നമ്മുടെ കയ്യിൽ ഫിഗോ ആസ്പെർ വിറ്റ കാശുണ്ട്. എനിക്ക് ലാറ്ററൽ അപ്ഗ്രേഡ് പോലെ അതേ പൈസയ്ക്കോ അതിനേക്കാൾ കുറച്ചുകൂടി കാശ് കൊടുത്തോ ഒരു വണ്ടി വാങ്ങണമെന്നാണ് ആഗ്രഹം. ആ പൈസയ്ക്കൊന്നും ഓക്കെ. ഫൈനലി 9 വർഷങ്ങൾക്ക് ശേഷം ഫോർഡ് ഫിഗോ ആസ്പെർ ഡീസൽ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ വിറ്റു. വിൽക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് പല തോട്ട്സ് വന്നത്. ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു എന്തുകൊണ്ടാണ് വണ്ടി വിൽക്കുന്നത് പറഞ്ഞിട്ട്. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കണ്ടാൽ മതി. കാരണം പുതിയ വണ്ടികൾ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ഫോർഡ് ഫിഗോ ആസ്പെർ നിൽക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതും ഒരു ഹയർ സെഗ്മെൻറ്റിൽ വണ്ടി നോക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതും ഒക്കെ ആയിരുന്നു കാരണം. ഓക്കെ, അത് വിശദമായിട്ട് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നില്ല. ഒരു ബയറെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു നമുക്ക്. കാരണം നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ടു, പലരും വിളിച്ചു. ഒരു ഫിഷ് മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന പോലെ മോശമാണ് വില വേണം കേട്ടോ. അതുപോലെ വില പേശി വിൽക്കുക എന്നുള്ളത് എൻ്റെ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് വില പറഞ്ഞ് വന്ന ആളുകൾക്ക് മാത്രമേ വണ്ടി കാണിക്കുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ 2-ാം ദിവസം എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചു. അദ്ദേഹം ഈ വീഡിയോ മുമ്പ് കാണുന്നതാണ്. ഈ ആസ്പെറിൻ്റെ ഒരു യാത്ര ഞാൻ വാങ്ങിയിട്ട് നേരെയുള്ള യാത്ര മുഴുവൻ കണ്ടിട്ടുള്ള ആളാണ്. പുള്ളി പറഞ്ഞു, രാജേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം, അതായത് ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് വണ്ടി വന്ന് കാണാനുള്ള ഒരു അവസരം തരണം, അതിനുശേഷം വണ്ടി കൊടുത്താൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പല കോളുകളും ഹോൾഡ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരു ശനിയാഴ്ച ഇദ്ദേഹം വന്നു. ഓക്കെ, എൻ്റെ ഷൂട്ടുകൾ ഇൻ ബിറ്റ്വീൻ നടക്കുന്നുണ്ട്, എന്നാലും വന്നു. പുള്ളി വണ്ടി കണ്ടു, ഒരു മാന്യമായിട്ടുള്ള വില അങ്ങോട്ട് പറഞ്ഞു, നെഗോഷിയേഷൻ ചെയ്തതായിട്ടുണ്ടായി. ഞാൻ ഓക്കെ പറഞ്ഞു, വണ്ടി കൊടുത്തു, വണ്ടി വിറ്റു, വണ്ടി കൊണ്ടുപോയി. ഓക്കെ, പേപ്പറൊക്കെ വീട്ടിൽ തന്നെ മാറ്റിയിട്ടാണ് കൊടുത്തു വിട്ടത്, അപ്പോൾ പിന്നെ റിസ്ക് ഒന്നുമില്ല. അങ്ങനെ ആസ്പെർ സോൾഡായി എന്നുള്ളതാണ്. ആസ്പെർ സോൾഡായപ്പോഴേ ഒരു നല്ല ബയർ കിട്ടുന്ന സന്തോഷമുണ്ട്. നമ്മൾ ഒരു പഴമക്കാർ പറയുന്ന പോലെ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ മടി വയ്ക്കാം, മടക്കാൻ മരം അടി വയ്ക്കാൻ പറ്റില്ല പറയുന്ന പോലെ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് വളർത്താം, വളർന്നു കഴിഞ്ഞാൽ ജോലിക്കായിട്ട് പുറത്തേക്ക് വിടണം, പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിച്ചു വിടുന്നൊക്കെ പറയില്ല. അതുപോലെ ഒരു വണ്ടിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ കീപ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മളത് വിറ്റ് അല്ലെങ്കിൽ അടുത്ത വണ്ടിയിലേക്ക് മാറാൻ അത് വിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വിറ്റതൊരു വിഷമമായിട്ട് ഞാൻ കാണുന്നില്ല. സ്റ്റിൽ എൻ്റെ ഒരു ബേബിയായിരുന്നു. ഞാൻ വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഓരോ സൗണ്ട് വരുമ്പോഴും കൊണ്ട് നേരാക്കി. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ വണ്ടി കൊണ്ടുവരണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടിയോട് പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഈവൻ 73 നമ്പറിലെ വണ്ടിയായിരുന്നു, അത് കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് ജസ്റ്റിഫിക്കേഷൻ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. വണ്ടി അദ്ദേഹം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ ഡിലമ്മ വന്നു. ഓക്കെ, എന്താ അറിയോ, എനിക്കെന്തിനാണ് ഇതിനൊരു വണ്ടി? മൈ ഗോഡ്. അങ്ങനെ ഒരു ചിന്ത വരാനുള്ള മെയിൻ കാരണത്തിന് നമുക്ക് ജിംനി എന്ന് അടയാളപ്പെടുത്താം. നമ്മുടെ കയ്യിൽ മാരുതി സുസുക്കി ജിംനി ഉണ്ട്. നമ്മളത് വാങ്ങിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അത് സ്റ്റിൽ ഒരു പുതിയ വണ്ടിയാണ്. അത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രസമുണ്ട്. എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാർ, എൻഫീൽഡ്, നോ ഓഫൻസ്, ആ എൻഫീൽഡ് ഓടിക്കുമ്പോൾ പല ആളുകളോടും ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഈ വണ്ടിക്കുള്ളത്, പവറല്ല, ഫാസ്റ്റല്ല, ഓടിക്കാനുള്ള ഒരു ഫണ്ണില്ല, പക്ഷേ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ട് അവരെ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. ആ ഒരു ഫീലിൻ്റെ ശരിക്കും വർത്തായിട്ടുള്ള ഫീലാണ് ജിംനിക്കുള്ളത്. കാരണം ജിംനിക്ക് അറ്റ്ലീസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഇറ്റ്സ് എൻ ഓഫ് റോഡർ. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ സിറ്റിയിലൊക്കെ എളുപ്പമാണ്. അങ്ങനെ ജിംനിയിൽ ഞാൻ സെറ്റിലായിപ്പോയി. നമ്മളൊരു സംഭവം പറയാം, സെറ്റിലായിപ്പോയി. എനിക്ക് ജിംനി ഡെയിലിക്ക് പറ്റുന്നുണ്ടെന്ന് മനസ്സിലായി. ജിംനിക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട് മനസ്സിലായി. ആ മുകളിലെ 2 റൂഫ് റാക്കുകൾ എനിക്ക് ഡ്രാഗ് തരുന്നുണ്ട്, അത് മൈലേജിനെ കുറയ്ക്കുന്നുണ്ട് മനസ്സിലായി. ഊരി കളഞ്ഞു. അപ്പോൾ വണ്ടി ഒരു ഡെയിലി ഡ്രൈവറായിട്ട് മാറി. 11.5 to 13.5 ഫ്യൂൽ എഫിഷ്യൻസി ഫ്രീക്വൻ്റ്ലി കിട്ടി തുടങ്ങി. വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ ജിംനി മതി എന്നുള്ളതായിരുന്നു, വേറെ വണ്ടി വേണ്ടേ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു ആവശ്യത്തിനാണെങ്കിൽ എനിക്ക് വണ്ടി വേണ്ട. കാരണം എൻ്റെ ആസ്പെർ ഓടിക്കുന്നത് ഒരു വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 4000 കിലോമീറ്റർ മാക്സിമമാണ്. ആ 4000 കിലോമീറ്റർ ഓടിക്കാൻ ഒരു ഡീസൽ വണ്ടി ആവശ്യമില്ല, ഒരു പെട്രോൾ വണ്ടി ആവശ്യമില്ല. എനിക്ക് ജിംനിയിൽ ആ വണ്ടി വാങ്ങുന്ന ഫണ്ട് എടുത്ത് പെട്രോൾ അടിച്ചാൽ പോലും നഷ്ടമൊന്നുമില്ല, ഓടിച്ചുകൊണ്ടിരിക്കുന്ന കേസുള്ളൂ. അങ്ങനെ ജിംനിയിലേക്ക് സെറ്റിലാവണോ എന്നുള്ളൊരു ആലോചന എനിക്ക് വന്നു. അത് കുറേ കാലം ഉണ്ടായി മനസ്സിൽ. പക്ഷേ അപ്പോഴാണ് നമ്മുടെ അകത്ത് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ വണ്ടി പ്രേമി പുറത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഓണന്നത്. അല്ല, നിനക്ക് വണ്ടി വേണമല്ലോ, ഫണ്ണായിട്ട് ഓടിക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തത്. എന്നിട്ട് പിന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ ശരിയാവാ എന്ന് തോന്നി. ഓക്കെ, അങ്ങനെ കാർ സെർച്ച് ചെയ്യാൻ ഇറങ്ങി എന്നുള്ളതാണ്. സെർച്ചിങ് എന്ന് പറയുന്നത് ലാവിഷായിട്ടുള്ള സെർച്ചൊന്നുമില്ല. ആദ്യമേ നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് പോയി. മെഴ്സിഡീസ് ബെൻസ്, BMW, ഔഡി. ഓക്കെ, ഈ 3 ബ്രാൻഡുകളുടെ വണ്ടികൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റ് പ്ലേസിലും OLX-ലൊക്കെ കുത്തിയിരുന്ന് സെർച്ചായി തുടങ്ങി. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ കിട്ടില്ല. ഓക്കെ, ഒരുപാട് വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡൽഹി രജിസ്റ്റേഡ് വണ്ടികളുണ്ട്, ഹരിയാന രജിസ്റ്റേഡ് വണ്ടികളുണ്ട്. ഓക്കെ, കേരളത്തിലല്ലാത്ത മറ്റ് പല സ്റ്റേറ്റുകളിലെയും വണ്ടികളുണ്ട്. ആ വണ്ടികളിലൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഓടി തള്ളിയ വണ്ടികളാണ്. ഓക്കെ, ഏതൊരു വണ്ടി നോക്കിയാലും എല്ലാം 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു. ഓക്കെ, ഈ വണ്ടി മോശമാണെങ്കിൽ ആൾക്കാരെങ്ങനെ എത്ര ഓടിക്കുന്നത്? ബെൻസ്
അല്ലെങ്കിൽ മെഴ്സീസ് ബെൻസ് അല്ലെങ്കിൽ BMW അല്ലെങ്കിൽ ഔഡി ഇതൊക്കെ ഓടിയിട്ടുണ്ട്. ഓടാത്ത വണ്ടികൾക്ക് നല്ല വിലയുണ്ട്. ഓടാത്ത വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 60,000 കിലോമീറ്ററൊക്കെ അണ്ടർ 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടികൾക്കൊക്കെ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രീമിയം വെഹിക്കിൾസിൻ്റെ ആ ഒരു സെർച്ച് അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഏതൊക്കെ വണ്ടി നോക്കിയത് പ്രീമിയം വെഹിക്കിൾ അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികൾ എന്നല്ലേ? ഒന്ന് BMW 320D ആണ്. അത് ആഫ്റ്റർ 2012 മോഡലാണ്. കാരണം അതിന് മുന്നത്തെ മോഡലിനൊക്കെ അത്യാവശ്യം നല്ല പണിയുണ്ടെന്ന് ഞാൻ വിവേചിച്ചെടുത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് പോകുമ്പോൾ BMW മേടിക്കണം എന്നുള്ളതും അതിൻ്റെ 3 Series 320D മേടിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അത് 4 ലക്ഷം രൂപയുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു മോഡലെന്ന് പറയുന്നത് അത് E90 മോഡലാണ്. 2006 2011 വന്ന മോഡലാണത്. അതിന് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ആ വണ്ടി നമ്മൾ വാങ്ങിയാൽ തൂങ്ങും. അതായത് എഞ്ചിനും ഓയിൽ ലീക്ക് ആസ് യൂഷ്വൽ BMW ആണ്. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയ BMW മോഡൽ എന്ന് പറയുന്നത് 320D ഉള്ളത് F30 ആണ്. F30 എന്ന് പറയുമ്പോൾ 2012 മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള മോഡലുകൾ. അതിന് 10 ലക്ഷം രൂപയുടെ മുകളിലാണ് വില. ഓക്കെ, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അന്തർ സംസ്ഥാന വണ്ടികൾ നമുക്കൊരു 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അത് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യലും ഓടിക്കലൊക്കെ പാടാം. പിന്നെ RTO എപ്പോഴും പിടിക്കുന്ന ആൾക്കാർ, നമ്മുടെ വണ്ടി പബ്ലിക്കാണ്, നമ്മൾ ആളുകളുടെ മുമ്പിൽ വണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ അതും പ്രശ്നമാണ്. അതുകൊണ്ട് BMW വാങ്ങാനായിട്ടുള്ള സാഹചര്യം ബഡ്ജറ്റ് നമുക്കായിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ തിരിച്ചറിവ് തോന്നിയത്. അപ്പോൾ സാറ് ഞാൻ നടന്നു പോയിക്കോളാം, 8 കിലോമീറ്ററല്ലേ ഉള്ളൂ, പോയിക്കോ. രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് W204 ആണ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള മെഴ്സീസ് ബെൻസിൻ്റെ C ക്ലാസ്. അത് ഡീസലാണ്. ഓക്കെ, ലെസ് ഫണ്ണാണ്, പക്ഷേ റിയർ വീൽ ഡ്രൈവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചോയ്സായിട്ട് വെച്ചത് ആ ഒരു മോഡലായിരുന്നു. ആ ഒരു മോഡൽ വാങ്ങാനുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അതിൻ്റെ നല്ല മോഡലുകൾ കിട്ടാനായിട്ട് നല്ല വില കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ജർമ്മൻ കാറുകൾ നമ്മളെ പഠിപ്പിക്കുന്ന അത്രയും കാര്യങ്ങളൊന്നും മറ്റു വണ്ടികളൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോർ വൺ തിങ്, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ നല്ല മോട്ടിവേഷൻ ആയിരിക്കും. കാരണം ജോലി ചെയ്ത് കാശുണ്ടാക്കിയാൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെഴ്സീസ് ബെൻസിൻ്റെ ഒരു തരംഗം തിരിച്ചു വന്നിട്ട് പഴയ ബെൻസുകളിലെ നമ്മൾ പല ആളുകളുടെ പല വണ്ടികളും കണ്ടു. നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുമ്പോൾ C ക്ലാസ് കാണാറുണ്ട്, C63 AMG കാണാറുണ്ട്, അങ്ങനെ കുറേ വണ്ടികൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മെഴ്സീസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ വാങ്ങാൻ പറ്റിയൊരു മോഡലായിട്ട് C ക്ലാസ് വരാൻ ഒരു കാരണം അതാണ്. Audi A4ൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് CVT ആണെന്ന് മാത്രമല്ല ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. എനിക്ക് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടി ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് നല്ല ഫണ്ണായിട്ടുള്ള വണ്ടികൾ ആവശ്യമുണ്ട്. പക്ഷേ Audi എന്നുള്ളത് എൻ്റെ ലിസ്റ്റിൽ കയറാതിരിക്കാൻ കാരണം അതാണ്. ഓക്കെ, Audiയുടെ A4 ഒക്കെ നമ്മൾ നോക്കി. A4 നോക്കാൻ കാരണം ഒന്നുമില്ലെങ്കിൽ അത് തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള മൈൻഡിലാണ്. പക്ഷേ അങ്ങനെ നോക്കിയപ്പോൾ ഇതൊക്കെ ഓടിയ വണ്ടികളാണ്, കുറേ അധികം ഓടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ജാപ്പനീസ് വണ്ടികളിലേക്ക് പോകത്ത്? അതായത് ടാറ്റ നാനോ എനിക്കുണ്ടായിട്ടുണ്ട്, അത് ഇന്ത്യൻ വണ്ടിയാണ്. ഓക്കെ, എനിക്ക് ഈ ഹോണ്ട സിറ്റി ഉണ്ടായിട്ടുണ്ട്, അത് ജാപ്പനീസ് വണ്ടിയാണ്. ഞാൻ ഓടിക്കുന്നത് ജിംനിയ, ജാപ്പനീസാണ്. ഇപ്പോൾ അമേരിക്കൻ ആണെന്ന് ഫോർഡ് പറയുമെങ്കിലും യൂറോപ്പിലേക്ക് ആസ്പെർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിവിധ ബ്രാൻഡുകളിലേക്ക് ഇങ്ങനെ ഒരു പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജർമ്മൻ കാറായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിൽ ഏറ്റവും വാല്യൂ ആയിട്ട് കിട്ടുന്നൊരു വണ്ടി വാങ്ങാം എന്നുള്ള മൈൻഡിലേക്കാണ് എത്തിയത്. റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞ പോയിൻറ്റോ അല്ലെങ്കിൽ വണ്ടി വാങ്ങിയിട്ട് അത് വിറ്റോ എന്ത് കിട്ടുന്നുള്ള പോയിൻറ്റോ ഒക്കെ ഞാൻ ഉപേക്ഷിച്ചു. കാരണം എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ കാറായിരുന്നു. അങ്ങനെ വണ്ടി നോക്കി നടന്ന് നിർത്തിയില്ല, സെർച്ചാണ്, രാത്രിയും പകലൊക്കെ ഒരു സെർച്ചാണ്. അങ്ങനെ ഒരു ബെൻസ് കണ്ടു. ഒരു ബെൻസ് എന്ന് പറയുമ്പോൾ C220D ആണ്, വൈറ്റാണ് കളറ്. അത് കണ്ടു. അത് വിലയൊക്കെ നോക്കുന്നുണ്ട്, 3,60,000 രൂപ വില പറയുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിലയാണെന്നൊക്കെ തോന്നി നമ്മൾ വിളിച്ചു. അപ്പോഴാണ് യൂസ്ഡ് കാർ ഡീലേഴ്സ് അല്ലെങ്കിൽ യൂസ്ഡ് കാർ വിൽക്കുന്ന ആൾക്കാർ പകുതി ഫേക്ക് ആയിരിക്കും അല്ലെങ്കിൽ പകുതി തട്ടിപ്പായിരിക്കും. പക്ഷേ അതിൽ ഒരു വിഭാഗം ജെന്യുവിനാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് നല്ലവരാണെന്ന് മനസ്സിലായത്. പുള്ളി എൻ്റെ നമ്പർ കണ്ടു, പുള്ളിയോട് സംസാരിച്ചു. പുള്ളി എനിക്ക് വീഡിയോസ് അയച്ചു, ഫോട്ടോസ് അയച്ചു. അങ്ങനെ അയച്ചപ്പോൾ പുള്ളി എനിക്കൊരു വീഡിയോ അയച്ചിട്ട് പറഞ്ഞു, ഈ വണ്ടി ബ്രോ മേടിക്കണ്ട, ഇത് എൻ്റെ അച്ഛൻ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു, നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, എവിടേക്കോ പോയിട്ട് എന്തൊക്കെയോ പണിയാണ് ചെയ്തിട്ടുണ്ട്, പിന്നെ എലി കടിച്ച് വയറ് മുറികളുണ്ടായിട്ടുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഈ വണ്ടി നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റില്ല, എടുത്ത പണി, അതായത് വയറിങ്ങിട്ട് മാറേണ്ടി വരും, ചിലപ്പോൾ പണിയേണ്ടി വരും, ചിലപ്പോൾ ഫൈൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി മേടിക്കണ്ട ബ്രോ എന്ന് പറഞ്ഞു. ഓക്കെ, ആ ആളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ യൂസ്ഡ് കാർ സെർച്ചിൽ ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഇൻപുട്ട് അതാണ്. ഒരു വണ്ടി നിങ്ങൾ വിൽക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും സത്യസന്ധമായിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. കുഡോസ് ബ്രോ, നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണ്. നിങ്ങൾ വലിയ മനുഷ്യനാണ്. ഓക്കെ, അതിനുശേഷം എൻ്റെ സെർച്ച് താഴേക്ക് ഇറങ്ങി പറഞ്ഞാൽ മെഴ്സീസ് പോയി, BMW പോയി, Audi പോയി, പിന്നെയുള്ള ജർമ്മൻ ഏതാ, സ്കോഡ ലോറ, സ്കോഡ ഒക്ടാവിയ, ഫോക്സ്വാഗൺ ജെറ്റ, ഫോക്സ്വാഗൺ വെൻഡോ, റാപ്പിഡ്, സ്കോഡയുടെ മറ്റു മോഡലുകൾ. ഓക്കെ, അവിടേക്ക് എത്തിയപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, നീ പണ്ട് ഓൾട്ടോ ഓടിച്ചിട്ടുണ്ട്, ഓൾട്ടോ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഓൾട്ടോ ഓടിച്ചിട്ടില്ല. അത് കാരണം എന്താ, അത് പെട്രോളാണ്, പെട്രോൾ വണ്ടി കൊണ്ടുവരാൻ നിനക്ക് മടിയാണ്, അതുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ നീ ഡീസലിനെ മേടിക്കട്ടോ എന്ന് എൻ്റെ മനസ്സിനോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് ഞാൻ 2 വണ്ടികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഒന്ന് ഫോക്സ്വാഗൺ വെൻഡോ,
ഒന്ന് റാപ്പിഡ്, രണ്ടും ഡീസൽ ഓട്ടോമാറ്റിക്കുകൾ, ഡീസൽ DSG. അപ്പോൾ DSGയുടെ വോസ് ഉണ്ട്. വോസ് എന്ന് പറഞ്ഞാൽ DSG പ്രശ്നങ്ങൾ, വോസ് എന്നല്ലേ പറയാം, അതെ DSG പ്രശ്നങ്ങളുണ്ട്. DSG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് DQ200 ആണ്, ഡ്രൈ ക്ലച്ചാണ്, അതിന് മെക്കാട്രോണിക്സ് ഇഷ്യൂസ് ഉണ്ട്, ഓക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു 70,000 കിലോമീറ്റർ താഴെ ഓടുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലിമിറ്റ് വെച്ചു. അങ്ങനെ ഞാൻ ഒരു വണ്ടി ഉണ്ടെന്ന് കേട്ടിട്ട് നേരെ കലൂർ ഒരു യൂസർ കാർ ഷോറൂമിൽ പോയി ഒരു കിളിക്കുഞ്ഞ് വെൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻഡോ DSG, ഡീസൽ DSG ആണ്. അത് കണ്ടപ്പോൾ തന്നെ നല്ല ക്ലീൻ വണ്ടി, സീറ്റൊക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. DSG കുഴപ്പമൊന്നും കാണാനില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടി പറഞ്ഞാൽ വാങ്ങാമെന്നുള്ള വണ്ടിയാണ്. പക്ഷേ അവർ 6 ലക്ഷം രൂപയിൽ ബലം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വീട്ടിൽ ചെന്നു, കാൽക്കുലേഷനൊക്കെ നടത്തി എത്ര രൂപയ്ക്ക് മേടിക്കാന്നുള്ള കണക്കിൽ നമ്മൾ ആ ഒരു നമ്പർ എടുത്ത് വിളിച്ച വഴിക്ക് പുള്ളി പറഞ്ഞു, ബ്രോ നിങ്ങൾ വന്നിറങ്ങിപ്പോയപ്പോൾ വേറൊരു ടീം വന്നു, അവരെ വണ്ടി കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഡീസൽ സെർച്ച് ചെയ്തിയോ? ഇല്ല, വീണ്ടും സെർച്ച് ചെയ്യാണ്. അങ്ങനെ ഒരു റാപ്പിഡ് 1.5 TDI DSG, ഓക്കെ. അതിൻ്റെ കഥ ഭീകര കഥയാണ്. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 4 ഓണേഴ്സ് ഉണ്ട്. പക്ഷേ അത് ഓടിയിട്ടില്ല, 54,000 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 4 ഓണേഴ്സ് ഉണ്ട് എന്നുള്ളതൊരു റെഡ് ഫ്ലാഗ് ആണല്ലോ. അപ്പോൾ നമ്മൾ ആ വണ്ടി നോക്കുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ എന്നോട് വീണ്ടും വിവേക് ആയിട്ട് സംസാരമുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു, അതേ 4 ഓണറിൻ്റെ കഥയൊന്ന് കേട്ട് നോക്കി എന്താണെന്നറിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫോൺ എടുത്ത് വിളിച്ചു, വീണ്ടും ഫോൺ എടുത്തു, കുത്തി, ഹലോ ബ്രോ എന്താണ് ഇതിന് 4 ഓണർ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ കഥ കൺവിൻസിങ് ആയിരുന്നു. ഒരാൾ അമേരിക്കയിൽ പോയപ്പോൾ അനിയന് കൊടുത്തു, അനിയൻ വേറൊരാൾക്ക് വിറ്റു, അയാൾക്ക് വിറ്റു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കണക്കിൽ 2 ഓണറുള്ളൂ, 3ാമത്തെ ഓണർ ആണ് ഇയാൾ, അത്രേ. അതായത് ഒരു ഓണർ 2 ആയിട്ട് കൂട്ടിയാൽ മതി, 2 ഓണർ 1 ആയിട്ട് കൂട്ടിയാൽ മതി, കാരണം ചേട്ടനാണല്ലോ. അങ്ങനെ ആ വണ്ടി ഒരു പ്രോമിസിങ് ആയിട്ട് തോന്നി, ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് വിട്ടു. അതൊരു വലിയ കഥയാണ്. തന്ന ലൊക്കേഷൻ രണ്ടായിരുന്നു പറഞ്ഞപ്പോൾ തന്ന ലൊക്കേഷൻ ഒന്നാണ്. പക്ഷേ ആ ലൊക്കേഷൻ ഒരു പേരിലുള്ള 2 സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒരു പേരിലുള്ള 2 സ്ഥലങ്ങൾ, ഒന്ന് ഗുദാമിലും ഒന്ന് അടുത്തും. അതായത് 60 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലവും, ഒരു സ്ഥലം എന്ന് പറയുന്നത് 140 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു തന്ന ബ്രോ എന്ത് ചെയ്തു, പുള്ളി നെറ്റിൽ പുള്ളിയുടെ സ്ഥലം സെർച്ച് ചെയ്തിട്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നെ, സ്ഥലം പറയാത്ത ആളെ മനസ്സിലാവും വിചാരിച്ചിട്ടാണ്. ആ വണ്ടി ചിലപ്പോൾ വീട്ടിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ, ഓക്കെ. അങ്ങനെ നമുക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് റോങ് ആയിരുന്നു, തന്ന ലൊക്കേഷൻ തെറ്റായിരുന്നു. നമ്മൾ രാവിലെ 6 മണിക്ക് ജിമ്മിനൊക്കെ എടുത്ത് ഇറങ്ങി വണ്ടി ഓടിച്ച് അവിടെ എത്തി. ഒരു വീട്ടിൽ കയറി ചെന്ന് നോക്കുമ്പോൾ അവർ എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അതിവിടെയല്ല, അത് നിങ്ങൾ വന്ന ദൂരം കുറച്ച് മാറിപ്പോയി, ഇത് നോർത്താണ്, മറ്റേ സൗത്തിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്രയായി? 70 കിലോമീറ്റർ മാക്സിമം പോകേണ്ട ദൂരത്തിന് ഞങ്ങൾ 150 കിലോമീറ്റർ ഓടി. അങ്ങനെ ഞങ്ങൾ ഈ വണ്ടി കാണണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ മൈൻഡിലുള്ളതുകൊണ്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളെത്തി. ലൊക്കേഷനിലേക്ക് എത്തി നോക്കിയപ്പോൾ വണ്ടി കണ്ടു, കുഴപ്പമൊന്നുമില്ല, വണ്ടിയും സ്ക്രാച്ചൊക്കെ ഉണ്ട്. പക്ഷേ കിലോമീറ്റർ ഉള്ള വണ്ടിക്ക് സ്ക്രാച്ച് നമ്മൾ മൈൻഡ് ചെയ്യില്ല, കാരണം അധികം ഓടാത്ത വണ്ടി കിട്ടുകയാണെങ്കിൽ കുറച്ച് സ്ക്രാച്ച് എന്തെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് നമുക്കുണ്ടല്ലോ. അങ്ങനെ DSG ഓടിച്ച് നോക്കി, ഡീസൽ DSG കൊള്ളാം, ഓടിക്കാനൊക്കെ രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ പറയുക, എഞ്ചിനൊരു ചെറിയ ഡൾനെസ് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ തിരിച്ചു വന്ന് നോക്കി, വില പറഞ്ഞു തുടങ്ങി, നെഗോസിയേഷനായി. അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ? അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒന്നുകൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ബ്ലോ ബൈ, അതായത് ഡിപ്സ്റ്റിക്കിലൂടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു മോയ്സ്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വാക്കുമ്പോഴുള്ളൊരു ഒരു നീരാവി വരും. അത് സ്വാഭാവികമാണ് ബോക്സ് കാറുകൾക്ക്. പക്ഷേ ഇവിടെ വന്നത് കട്ടപ്പുകയാണ്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യറുത്തപ്പോൾ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. അങ്ങനെ ആ ഒരു പുക വന്ന് ബ്ലോ ബൈ കൂടുതലാണ് മനസ്സിലായി. പിസ്റ്റൻ്റെ അടിയിലുള്ള റിങ്സ് തേഞ്ഞിട്ടുണ്ട്, അതുകൂടെ പുക വരുന്നുണ്ട് പറഞ്ഞത് വാങ്ങില്ല എന്ന് മനസ്സിലായി, റെഡ് ഫ്ലാഗ് എന്ന് മനസ്സിലായി. ആ വണ്ടി നമ്മൾ ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വീടുകളിൽ പോയത്. ഇനിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് സ്പിന്നിയും ഒന്ന് കാർ 24 ആണ്. ഓക്കെ, ഈ കാർ 24 കാര്യത്തിലേക്ക് വരാം, അതിന് സ്പിന്നിലേക്ക് വരാം. സ്പിന്നി എന്ന് പറയുന്നത് ക്ലീൻ കാറുകളാണ് നമ്മുടെ വണ്ടികളിലൊക്കെ. സിംഗിൾ ഓണുള്ള വണ്ടികളുണ്ട്, മൾട്ടിപ്പിൾ ഓണുള്ള വണ്ടികളുണ്ട്, അതിനൊക്കെ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പോളോ ഓടിച്ച് നോക്കേണ്ടതുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എന്താ പറയുക ടൈഗൺ ഓടിച്ച് നോക്കി, അവിടെ പോയിട്ട് ഞാൻ ഡസ്റ്റർ 1.3 ഓടിച്ച് നോക്കി. ഓക്കെ, ഈ വണ്ടികളൊക്കെ കൊള്ളാം, നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നേരിട്ട് വാങ്ങുന്ന വിലയേക്കാൾ ഒരു 50% കൂടുതലാണ് അവിടെ. അതായത് നമുക്ക് ഒരു വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നേരിട്ട് വണ്ടി വാങ്ങുന്ന പൈസയുടെക്കാൾ ഒരു 50% കൂടുതലാണ് സ്പിന്നിൽ. ഓക്കെ, അതാണ് സ്പിന്നിയുടെ കാര്യം. എന്നാൽ കാർ 24 എന്ന് പറയുന്നത് അവിടുത്തെ വണ്ടികൾ അത്ര ക്ലീൻ അല്ല. പിന്നെ അവരുടെ ടെസ്റ്റ് ഡ്രൈവുകൾ എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. ഇപ്പോൾ സ്പിന്നിൽ എനിക്ക് 20, 30, 40, 50 കിലോമീറ്റർ ഓടിച്ചാൽ കുഴപ്പമില്ല.
അതുപോലെയല്ല അവിടെ നമ്മൾ ഈ യാർഡിനകത്തിട്ട് ഓടിക്കണം 24-നകത്ത്. അതും വണ്ടികളത്ര നല്ല വണ്ടികളല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അവിടെ പാർട്ടി എടുത്ത് നേരിട്ടുള്ള വണ്ടികൾ വെബ്സൈറ്റിലുണ്ട്, നമുക്ക് നേരിട്ട് കാണാനും പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ രണ്ടും പോയിട്ട് വണ്ടി നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് തിരിച്ചു വന്നു പറയാം. കട്ട് 24-ൻ്റെ കാര്യത്തിൽ. സ്പിന്നിയുടെ കാര്യത്തിൽ വണ്ടികൾ ഓടിക്കാൻ കണക്ക് പറ്റി അവിടെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ല നീറ്റാണ് കാര്യങ്ങൾ. എനിക്കൊന്ന് ഇന്നും വാക്കും ചെയ്ത് ഒന്നും ക്ലീൻ ചെയ്തിരുന്ന വണ്ടികളാണ്. അപ്പോൾ അവിടെ നല്ല വണ്ടികളുണ്ട്, വില കുറച്ച് കൂടുതൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പോയി നോക്കാമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു, അതും ഉപേക്ഷിച്ചു. അതായത് യൂസ്ഡ് കാർ ഡീലേഴ്സിലും വണ്ടി വാങ്ങാൻ പറ്റില്ല എന്നുള്ള തീരുമാനമായി. അപ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടികൾ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്? ഒന്ന്, ജർമ്മൻ വേണം. BMW, മെഴ്സിഡീസ്, ഔഡി. അത് മാറിയിട്ട് സ്കോഡ അല്ലെങ്കിൽ ഫോക്സ്വാഗൺ. ഓക്കെ, എല്ലാം ഡീസലുകളാണല്ലോ. പെട്ടെന്നാണ് മറ്റൊരു തിരിച്ചറിവിലേക്ക് ഞങ്ങളുടെ ഡിസ്കഷൻ എത്തിയത്. എൻ്റെ വണ്ടിയുടെ സെർച്ചുകളും കാര്യങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വിവേചിയാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് വിവേചിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ജർമ്മൻ കാറുകളുടെ ഒരു മാസ്റ്ററായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് കാര്യം ചോദിക്കാനും നമുക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ഉണ്ട് എന്നുള്ളത് ഗുണമാണ്. ആൻഡ് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, കാരണം അവർക്കൊരു ലൈഫ് ഓൾട്ടറിങ് ആയിട്ടുള്ളൊരു അഡ്വൈസ് നമ്മൾ കൊടുത്തു എന്നുള്ളതും അവരത് ഫോളോ ചെയ്തു എന്നുള്ളതും. ആൻഡ് ദേ ബോട്ട് എ നൈസ് കാർ. ചെറിയ പേടിയുണ്ട്, കാരണം ഈ വണ്ടി കേടാവുമ്പോൾ നാളെ തിരിച്ചു പറയരുത്. ഉറപ്പായിട്ടും പറയും. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് നിൽക്കുമ്പോൾ എന്നോടൊരു പുള്ളി ചോദിച്ചു, നീ 4000 കിലോമീറ്റർ ലാസ്റ്റ് പെർ വർഷം ഓടിയത്, നിനക്ക് ശരിക്കും ഡീസൽ കാറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. നീ കണ്ടില്ലേ റാപ്പിഡ് ബ്ലോ ബൈ ഉണ്ട്, അതുപോലെ ഇഞ്ചക്ടർ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നീ ഒരു വർഷം പെട്രോൾ അടിക്കാതെ ഡീസലിലേക്ക് അടിച്ചിട്ട് ആ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ടറോ 2 ഇഞ്ചക്ടറോ പോയാൽ തീർന്നില്ലേ, നമുക്ക് പെട്രോൾ നോക്കിയാൽ പോരേ എന്നൊരു ചോദ്യം വന്നു. ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാ, കാരണം ജിമ്മിന് എനിക്ക് ഡെയിലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് എന്താ, ഒരു ഫൺ കാറാണ്. ആ ഫൺ കാറിന് എന്താ വേണ്ടത്, ചവിട്ടി പൊളിച്ച് ഓടിക്കാൻ പറ്റണം, കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റണം, രസകരമായിട്ട് ഓടിക്കാൻ പറ്റണം. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്താ, അതൊരു പെട്രോൾ കാറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, ഒരു ടർബോ പെട്രോൾ വണ്ടി എനിക്ക് വേണം. ആ ഒരു ആഗ്രഹം കിടക്കല്ലേ. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഡീസലിൽ നിന്ന് മാറി പെട്രോളിലേക്ക് തിരിഞ്ഞു. പിന്നെ ഡീസൽ വേണ്ട, പെട്രോൾ മതി എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ ഓട്ടം തന്നെ എനിക്ക് ഓടിച്ച് നോക്കേണ്ടത് തൃശ്ശൂർ ടു കൊച്ചി ടു തൃശ്ശൂർ, ഈ 2 ഡിസ്റ്റൻസാണ്. ഈ ഡിസ്റ്റൻസ് എനിക്കൊരു കുറഞ്ഞ ചിലവിൽ പോയിട്ട് വരാൻ പറ്റും, ഒരു 12-13 മൈലേജ് കിട്ടിയാൽ മതി എന്നുള്ളത് ജിമ്നി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫൺ പെട്രോൾ കാറിലേക്ക് പോകാമെന്ന് തീരുമാനിക്കായിരുന്നു. പെട്രോളിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ പോളോ GT TSA എന്ന് പറഞ്ഞ ഒരു വണ്ടി ഉണ്ടല്ലോ, അത് നോക്കാമെന്ന് പറഞ്ഞ് പോയി. ആകെയുള്ള പ്രശ്നം, ഏത് വണ്ടി നോക്കിയാലും അത് ബഡ്ജറ്റിന് പുറത്താണ്. നമ്മുടെ കയ്യിൽ ഫിഗോ ആസ്പെർ വിറ്റ കാശുണ്ട്. എനിക്ക് ലാറ്ററൽ അപ്ഗ്രേഡ് പോലെ അതേ പൈസയ്ക്ക് അതിനേക്കാൾ കുറച്ചുകൂടി കാശ് കൊടുത്തോ ഒരു വണ്ടി വാങ്ങണമെന്നാണ് ആഗ്രഹം. ആ പൈസയ്ക്കൊന്നും പോളോ കിട്ടാനില്ല. ഞാൻ ഓടിച്ചു നോക്കി, MP ഓടിച്ചു നോക്കി, ഓഹോ പോരാ. പിന്നെ 4 സിലിണ്ടർ ഡീസൽ ഓൾറെഡി ഓടിച്ചു നോക്കിയതാണ്. പെട്രോൾ എനിക്ക് 1.2 TSI കിട്ടിയാൽ മതി എന്നുണ്ട്. 1 ലിറ്റർ കിട്ടില്ല, അത് ഭയങ്കര വിലയാണ്. അങ്ങനെ ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരു വണ്ടി വന്നു പെട്ടത്. ഓക്കെ, നിനക്ക് വാങ്ങാവുന്ന വണ്ടി ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് വിവേക് എനിക്ക് ആ ലിങ്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ നോട്ട്, ഇത് തന്നെ വാങ്ങാം. അങ്ങനെ ഞാനൊരു വണ്ടി വാങ്ങി. അതേതാ വണ്ടി എന്നല്ലേ, അത് ഇതല്ല, ഒരു ജർമ്മൻ കാറായിരുന്നു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് അടുത്ത വീട്ടിൽ പറയാം.